അങ്ങനെ യുദ്ധത്തിനൊടുവിൽ പാറ്റാകളെയെല്ലാം വലിപ്പച്ചെറുപ്പം അനുസരിച്ച് അണിനിരത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൾസ് ക്ലിക്സ്. നമ്മളെല്ലാവരെയും അലട്ടുന്ന ഒന്നാണ് ഈ പാറ്റാശല്യം. അത് കരയിലാണെങ്കിലും കടലിലാണെങ്കിലും സംഭവം ഒന്നു തന്നെയാണ്. ഇപ്പൊ നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ പാറ്റാകളെ കണ്ടം വഴി ഓടിക്കുന്ന കുറച്ച് പൊടിക്കയും നമ്പരും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ പാറ്റാശല്യം ഇല്ലാത്തവരൊക്കെ ഈ വീഡിയോ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇപ്പൊ നമ്മൾ പാറ്റായി പിടിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. മെയിനായിട്ട് ഈ സംഭവമാണ് ബോറിക് ആസിഡ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് സാധാരണ ക്യാരം ബോർഡ് കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം പൊടിയാണ്. എന്നാൽ പാറ്റായി പിടിക്കാൻ നമുക്ക് ഈ സംഭവം ഉപയോഗിക്കാം. അപ്പം ഈ സാധനം ഉപയോഗിച്ചിട്ട് പാറ്റായി പിടിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. വലിയ വിലയൊന്നുമില്ല, എനിക്കൊന്ന് മെഡിക്കൽ ഷോപ്പിലേക്ക് കിട്ടുമായിരിക്കും. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. 400 ഗ്രാമിന് 195 രൂപയൊക്കെ ഉള്ളൂ. അപ്പൊ പാറ്റായി പിടിക്കാൻ 2 സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒന്ന് ലഡുവാണ്, അത് നമ്മുടെ ബേക്കറി കിട്ടുന്ന സംഭവമല്ല, ഇത് സ്പെഷ്യൽ ലഡുവാണ് പാറ്റായ്ക്ക് വേണ്ടിയുള്ളത്. പിന്നെ ആ സാധനം തിന്നാത്ത ചില പാറ്റാകളെ പിടിക്കാനായിട്ട് പുഡിങ്ങും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇത് വെച്ച് പിടിച്ച പാറ്റാകളെ ഒന്ന് കാണാം, അതായത് ഇതിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇത്രത്തോളം പാറ്റാകളൊന്നും വീട്ടിലുണ്ടെന്നുള്ള കാര്യം ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എന്തായാലും അവയെല്ലാം പിടിച്ചു. പാറ്റായുടെ ലഡു ഉണ്ടാക്കാനായിട്ട് 2 സ്പൂൺ ബോറിക് ആസിഡിൻ്റെ പൗഡറും അതിനോടൊപ്പം തന്നെ 2 സ്പൂൺ മൈദയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ കുഴച്ച് ചെറിയ ഉരുളകളായിട്ട് വെച്ചതിന് ശേഷം അതിൽ കുറച്ച് പഞ്ചസാര തിരുമ്മി വെക്കാം. അത് പാറ്റായെ ആകർഷിക്കാനായിട്ടാണ്. അപ്പൊ നമ്മൾ പാറ്റായ പിടിക്കാൻ ആദ്യം ലഡു ഉണ്ടാക്കി വെച്ചിരുന്നു. എന്നാൽ കുറച്ച് പാറ്റാകളൊക്കെ അത് തിന്ന് തട്ടിപ്പോയി. എന്നാൽ കൂടുതൽ ചെറിയ പാറ്റാ കുഞ്ഞുങ്ങളും അതുപോലെ മറ്റ് ചില പാറ്റാകളൊന്നും ഈ സാധനം തിന്നില്ല. അവർക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യൽ പുഡിംഗ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കിട്ടിയ പുഴുങ്ങിയ മുട്ടയുടെ വെള്ള കഴിച്ചതിന് ശേഷം ഉണ്ണി പാറ്റകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. മുട്ടയുടെ മഞ്ഞ, പാല്, ബോറിക് ആസിഡ്, പഞ്ചസാര ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ 2 സ്പൂൺ ബോറിക് പൗഡർ എടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടു. അതിനുശേഷം നമ്മൾ മാറ്റിവെച്ച മഞ്ഞക്കരു നല്ല രീതിയിൽ പൊടിച്ചെടുത്ത് മിക്സ് ചെയ്തു. അതിനുശേഷം ആവശ്യത്തിന് പാലൊഴിച്ച് അതൊന്ന് കുറുക്കി ചെറിയൊരു പുഡിംഗ് പരുവത്തിലേക്ക് ആക്കി മാറ്റുകയാണ്. നമുക്കിനി ചെറിയ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങളോ ഡിസ്പോസിബിൾ പ്ലേറ്റിൻ്റെ മുറിക്കുകയോ ഒക്കെ ചെയ്യാം. അതിലാണ് നമ്മൾ ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഡിങ് കുറച്ച് അളവിൽ വെച്ചിട്ട് പാറ്റ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം വെച്ച് കൊടുക്കുന്നു. ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് എല്ലാം അറിയാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഉള്ള നമ്മുടെ ഡ്രോയറും മറ്റ് കബോർഡ്സ് ഒക്കെ തുറന്നു നോക്കുമ്പം ഈ സംഭവം കഴിച്ച പാറ്റകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചത്ത് കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഈ കാണിച്ച ബോറിക് പൗഡർ ഒക്കെ വെച്ചിട്ട് പാറ്റയെ പിടിക്കാൻ മെനക്കേടുള്ളവർക്കും പിന്നെ കൂടുതൽ പൈസ മുടക്കാൻ മടിയില്ലാത്തവർക്കുമായിട്ട് വേറൊരു സാധനം കൂടി ഉണ്ട്. ഇത് ഹിറ്റ് എന്ന കമ്പനിയുടെ ഒരു ട്യൂബാണ്. ഇത് ഈ ക്യാപ്പ് തുറന്ന് നമുക്ക് ഈ സിറിഞ്ച് ഇഞ്ചക്ഷൻ ചെയ്യുന്ന പോലെ പല ഭാഗങ്ങളിലായിട്ട് ഈ ഒരു പേസ്റ്റ് വെച്ച് കഴിഞ്ഞാലും പാറ്റായൊക്കെ അത്യാവശ്യം ചാകുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാം. ഇനി പല്ലിയെ പിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ, അതറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.